ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ ഈ വീഡിയോയിൽ ക്യാൻവ മൊബൈൽ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാൻവ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ക്യാൻവ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവ ആപ്പ് കാണാൻ പറ്റും. ഇതാണ് ആ ലോഗോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഇവിടെ മുകളിൽ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഓപ്ഷനും അതേപോലെ തന്നെ പ്രോ വേർഷനിലേക്ക് മാറാനുള്ള ഓപ്ഷനുകളൊക്കെ കാണിക്കാം. രണ്ടാമതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇതിലാണ് നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ബ്രാൻഡ് കിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലാണ് ഉണ്ടാവുക. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ പ്രോ വേർഷന് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. പിന്നെ താഴെ നിങ്ങൾക്ക് റീസെൻ്റ്ലി ഡിസൈൻ ചെയ്തുള്ള ഡിസൈനുകൾ കാണാൻ പറ്റും. ഈ 2 സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആപ്സാണ്. ആപ്പ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. പിന്നെ ഇവിടെ മുകളിൽ കാണാൻ പറ്റും ടെംപ്ലേറ്റ്സുകൾ, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ സൈസ്, സോഷ്യൽ മീഡിയ ഇവിടുന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലേക്കുള്ളത്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടതും ഇവിടെ കാണിക്കും, കാണില്ലേ. അതേപോലെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഈ പ്രിൻ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡ്, അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ പോപ്പുലർ എന്നൊക്കെ അടിക്കുമ്പോൾ കാണാൻ പറ്റും. മാർക്കറ്റിംഗ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് കാർഡ്, ഫ്ലയർ, പോസ്റ്റർ, ന്യൂസ് ലെറ്റർ, റിയൽ എസ്റ്റേറ്റ് പോസ്റ്റ് കാർഡ്, പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ്, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇതിലുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട്, അതായത് ബിസിനസ് വേണ്ടിയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വെബ്സൈറ്റും അതേപോലെ ചെയ്യാം. വൈറ്റ് ബോർഡ് ആനിമേഷനൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. വൈറ്റ് ബോർഡ് ആനിമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ക്യാൻവയിൽ എങ്ങനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഏറ്റവും താഴെ കാണുന്ന ഹോം, പ്രൊജക്ട്സ്, അതേപോലെ തന്നെ പ്ലസ് ബട്ടൺ, ടെംപ്ലേറ്റ്സ്, പ്രോ. പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടെംപ്ലേറ്റ്സുകൾ ഏതാണോ സെർച്ച് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് സൈസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്കുള്ളതാണോ, അതേപോലെ തന്നെ ലിങ്ക്ഡിനിലേക്ക് വേണ്ടതാണോ, എന്താണോ വേണ്ടത്. അതിൽ യൂട്യൂബ് തംബ്നെയിലാണ് എന്താണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിലാണ് യൂട്യൂബ് തംബ്നെയിൽ യൂട്യൂബ് അടിച്ചാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. യൂട്യൂബ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ് ബാനർ, യൂട്യൂബിൻ്റെ ഡിസ്പ്ലേ ആഡിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്വയറിൽ പിന്നെ ആ ടെംപ്ലേറ്റ് സൈസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. തംബ്നെയിലാണെങ്കിൽ തംബ്നെയിൽ അടിച്ച് നോക്കാം. തംബ്നെയിൽ അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബ് തംബ്നെയിൽ. കണ്ടോ, യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട മോഡലുകൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ ആ യൂട്യൂബ് തംബ്നെയിലിൻ്റെ പേജ്, അതായത് ആ സൈസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് വന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വേറെ ഓപ്ഷനാണ് വരുന്നത്. താഴെ ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അപ്ലോഡ്. ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ക്യാൻവ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റൈലിലേക്ക് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പ്രോ വേർഷൻ ആയിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ ഫ്രീ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. പ്രോ ആണെന്നുണ്ടെങ്കിൽ താഴെ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു തംബ്നെയിൽ സെലക്ട് ചെയ്യാണ്. ഈ തംബ്നെയിൽ സെലക്ട് ചെയ്തു. തംബ്നെയിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. പുതിയൊരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗാലറിയും കാണാൻ പറ്റും, അപ്ലോഡ്സും കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയലുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ആണോ, വീഡിയോസ് ആണോ, ഓഡിയോ ആണോ, എന്താണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി ക്യാൻവയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാലറി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഏതാണോ അത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനി അതിൽ ഡയറക്റ്റ് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് ചൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേരെ എലമെൻറ്റ്സിൽ വരിക. എന്നിട്ട് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യുക, മോഡൽ, ഫാഷൻ മോഡൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഗ്രാഫിക്സിലുള്ള ടൈപ്പ് വേണമെങ്കിൽ അത് ചെയ്യാം. ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്. അപ്പോൾ ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മോഡലിൻ്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ മോഡലിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ അപ്ലോഡ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ വേർഷനിൽ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവിൻ്റെ ഓപ്ഷൻ കിട്ടുള്ളൂ. ഫ്രീ ആയിട്ടുള്ള വേർഷനിൽ അത് കിട്ടില്ല. ഫ്രീ ആയിട്ടുള്ള വേർഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് മറ്റ് എലമെൻറ്റ്സുകൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എന്താണ് എലമെൻറ്റ്സ് വേണ്ടത് അതെല്ലാം, അതേപോലെ തന്നെ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് എല്ലാം തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ എലമെൻറ്റ്സിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഹെഡ്ലൈന്, സബ് ഹെഡ്ലൈന്, അതേപോലെ തന്നെ ബോഡി ടെക്സ്റ്റ്, ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാനിവിടെ എൻ്റെ പേര്, എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. sayyadmubarak.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരത്തെ താഴെ കാണിച്ച ഓപ്ഷനല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും ഡിസൈൻ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത്, അതായത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് കൊടുത്തു, ചേഞ്ച് ഓൾ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ആ കളർ ചേഞ്ച് ആയി. ഇനി ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ബോൾഡ് കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ബോൾഡ് കൊടുക്കുക. അപ്പോൾ ബോൾഡ് ആയില്ലേ. അപ്പോൾ ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക് ആക്കാം. അതേപോലെ തന്നെ ഫോൺ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. ഇവിടെ പോപ്പിൻസ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസ്, ഹെഡ്ലൈൻ എല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കിട്ടും. അതായത് എലമെൻറ്റ്സിൽ പോയിട്ട് ഇവിടെ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പെല്ലാം ഇവിടെ തന്നെ അവിടെ കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്യാനും മൂവ് ചെയ്യാനും സൗകര്യത്തിന് ജസ്റ്റ് ആ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പ്ലസ് ബട്ടൺ പോലുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാനൊക്കെ ഒന്നുകൂടെ സൗകര്യമായിരിക്കും. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ അതിന് തൊട്ടടുത്തുള്ള ഐക്കണും സെലക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കാണാൻ പറ്റും ഷെയർ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് മുകളിലേക്കുള്ള ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫയൽ ടൈപ്പ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ശേഷം ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ട്രൈ ക്യാൻവ പ്രോ ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് നമ്മളിതിൽ പെയ്ഡ് ആയിട്ടുള്ള, അതായത് പ്രോ വേർഷനിൽ വരുന്ന ഒരു എലമെൻറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഡൗൺലോഡ് ഫ്രീ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ആ ഒരു ഇമേജിൻ്റെ മുകളിൽ വാട്ടർമാർക്ക് കാണിക്കും എന്ന് മാത്രം. ഇതുപോലെ ക്യാൻവയിൽ നിങ്ങൾക്ക് എന്ത് പോസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പവർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളൊരു ചെറിയ ഡിസ്പ്ലേയിൽ ഒരു എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് എക്സ്പീരിയൻസ് ആയി വരാനുള്ളൊരു സമയം എടുക്കുന്നു മാത്രം. നിങ്ങൾക്ക് ഈ ക്യാൻവയിൽ എങ്ങനെ എലമെൻറ്റ്സുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട്, അതായത് കൂടുതലായിട്ട് ഓപ്ഷൻസുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇതിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനൊന്നുകൂടി എളുപ്പത്തിന് ഞാൻ ക്യാൻവയിൽ എങ്ങനെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. മലയാളത്തിൽ എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. നിങ്ങൾക്ക് ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫോണ്ട് സ്റ്റൈൽ അവൈലബിൾ ആണ്. പക്ഷെ അത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്കൊരു മലയാളം ഫോണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ കീബോർഡ് മലയാളമാക്കുകയാണ്. കീബോർഡ് മലയാളമാക്കിയിട്ട് മലയാളം, നമുക്ക് ഈ ഒരു സ്റ്റൈൽ മാത്രമാണ് കിട്ടുക. ഈ ഒരു സ്റ്റൈലിന് പകരം ഒന്നിൽ കൂടുതൽ സ്റ്റൈലുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാൻവ പ്രോ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫോണ്ട് സ്റ്റൈൽ എന്നുള്ളിടത്ത് വന്നു കഴിഞ്ഞാൽ ആ മലയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഈ ഒരു വേർഷൻ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയുള്ള ഫോണ്ടുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ടുള്ള, അതായത് ഫ്രീ ആയിട്ടുള്ള വേർഷനിൽ മലയാളം ഫോണ്ട് കിട്ടുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് അത് കണ്ടാൽ മതി. ഇത്രയാണ് നമ്മുടെ ഈ ക്യാൻവ മൊബൈൽ ആപ്പിനെ പറ്റിയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ക്യാൻവ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.